Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ എക്സാം? എക്സാം ഈസി ആയിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ? റെഡിയാണോ? യെസ്, റെഡിയാണ്. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട് കേട്ടോ. മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. LKG UKG റെഗുലർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അടുത്ത ആനുവൽ ഇയറിലേക്കുള്ള അഡ്മിഷൻ LKG UKG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2 മുതൽ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ വർഷം പോലെ എല്ലാ ക്ലാസ്സുകളും ഈ വെക്കേഷനും ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സൺഷൈൻ എന്നൊരു ചെറിയൊരു പോർഷൻ നൽകിയിട്ടുണ്ട്. The sun shines bright in the morning sky and warms the earth as it passes by. Its rays bring light to the world outside and fill our hearts with joy and pride. The sun's warm touch makes the flowers bloom and bring new life to the earth's sweet room. So let's go out and enjoy the day and glow in the sunshine's happy ray. Sunshine എന്നൊരു പോയമാണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. How does the sun shine in the morning sky? അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. The sun shines bright in the morning sky. അപ്പോൾ ഇതിൽ വരുന്ന ആൻസർ ബ്രൈറ്റ്ലി ആണ് ശരിയായ ഉത്തരം. ബ്രൈറ്റ്ലി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2ാമത്തെ ക്വസ്റ്റ്യൻ. The sun's warm touch make the flowers bloom. ആൻസർ ബ്ലൂം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബ്ലൂം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബ്ലൂം. ഓക്കെ, അടുത്ത് വരുന്നത് മൂന്നാമത്തെ ചോദ്യം. Who warmed the earth as it passes by? ആരായിരുന്നു? സൺ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി, സൺ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. The poem says we should dash on a sunny day. നമ്മൾ എന്ത് ചെയ്യണം? Stay indoors, sleep, watch TV, go out. റൈറ്റ് ആൻസർ ഗോ ഔട്ട്. ഓപ്ഷൻ ഡി, ഗോ ഔട്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does the sun bring to the earth? Heavy rain, cold wind, warmth and light, darkness. ഓപ്ഷൻ സി, warmth and light ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ 1ാമത്തെ ആക്ടിവിറ്റി എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. 2ാമത്തേത് പ്രൊഫൈൽ തയ്യാറാക്കുക. കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. ഇവിടെയുള്ള ഹിൻസ് ഒക്കെ വായിച്ച ശേഷം കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ തയ്യാറാക്കാനായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഡയറി ആണ്. പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദ പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. നമ്മുടെ പാറു അവളുടെ അമ്മൂമ്മയോടൊപ്പം നെൽപ്പാടം കാണാനായിട്ട് പോയി. She enjoyed the warm breeze in the field and joined the farmers in their work. എന്നാണ് അവൾ എൻജോയ് ചെയ്തു അവിടുത്തെ മന്ദമായ ആ ഒരു കാറ്റും അതിൻ്റെ ആ ഒരു ഫാർമേഴ്സിൻ്റെ വർക്കും ഇതിലൊക്കെ അവൾ ജോയിൻ ചെയ്തു. ഇറ്റ് വാസ് വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. അവൾക്കൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. ഷീ റോട്ട് എ ഡയറി. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് പാറുവിൻ്റെ ഡയറി എഴുതുക എന്നുള്ളതായിരുന്നു 3ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം ഇവിടെ ഹിൻസ് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നോട്ടീസ് തയ്യാറാക്കാനായിരുന്നു. Your school decided to conduct a basketball tournament. The inaugural function was scheduled to be held in April 1st, 2025. 2025 April 1st ഇനോഗ്രൽ ഫംഗ്ഷൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ്. അതിന് ഹിൻസ് ഉപയോഗിച്ചിട്ട് നോട്ടീസ് തയ്യാറാക്കുക എന്നതായിരുന്നു 4th ക്വസ്റ്റ്യൻ. 5th question, conversation. In the story, Salt in his shoes, Mikhail lost the game and became sad. He sat silent at his home. Mikhail's mother came and talked to him. Complete the conversation between Mikhail and his mother. അതായിരുന്നു 5th question. Conversation ആയിരുന്നു 5th question. 6ാമത്തെ ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ സ്റ്റോറി. ഒരു സ്റ്റോറി ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ഈവന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഈവന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിൽ ഇൻവൈറ്റഡ് മെക് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം. ഓക്കെ, നമുക്കിത് നമ്പർ കൊടുക്കാം.
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് ആറാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് വരിക എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബിൽ ഇൻവൈറ്റഡ് മെക് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം. ഗ്രാൻഡ് ഫാദർ ഗേവ് ദ ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് ആണ് രണ്ടാമത് വരിക. മൂന്നാമത് വരിക, ദ കിഡ്സ് ഫേർഡ് ദ ആനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹേ ഓഫ് കൗസ് ആണ് മൂന്നാമത് വരിക. ഓക്കെ, നാലാമത് വരുന്നത് ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ബീസ്, അതാണ് നാലാമത് വരിക. ഓക്കെ, അഞ്ചാമത് വരുന്നത് ബിൽ ഡിസ്റ്റർബ് ദ ബീസ് ആൻഡ് ദേ ചേസ് ദ കിഡ്സ് ആണ് അഞ്ചാമത് വരിക. ആറാമത് വരുന്നത് ദ കിഡ്സ് എസ്കേപ്ഡ് ബൈ ജമ്പിങ് ഇൻ ടു എ സ്ട്രീം ആൻഡ് ഗ്രാൻഡ് ഫാദർ ഹെൽപ്ഡ് ദം, ഇതാണ് ആറാമത് വരിക. ഓക്കെ, ഇതിൽ മനസ്സിലായിട്ടുണ്ടാവും. ബിൽ ഗ്രാൻഡ് ഫാദറിന്റെ ഫാം വിസിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു ജോലി കൊടുത്തു. കോണും സോ സീഡ്സും പീൽ ചെയ്യാനുള്ള ജോലിയാണ് കൊടുത്തത്. എന്നാൽ എന്നിട്ട് അവരെന്ത് ചെയ്തു, നമ്മുടെ പശുക്കൾക്കുള്ള വൈക്കോല് കളക്ട് ചെയ്യാൻ അവർ തീറ്റിക്കുക, അതായിരുന്നു മൂന്നാമത്തത്. നാലാമത് വരുന്നത് അവിടെയുള്ള ബീസിനെ ഡിസ്റ്റർബ് ചെയ്തെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. എന്നാൽ കേട്ടില്ല. അവരെന്ത് ചെയ്തു, ബീസിനെ ഡിസ്റ്റർബ് ചെയ്തു. ആ ബീസ് കിഡ്സിനെ ചേസ് ചെയ്തു. അവരെന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സ്ട്രീമിലേക്ക് ചാടി. ഗ്രാൻഡ് ഫാദർ അവരെ ഹെൽപ്പ് ചെയ്തു. അതാണ് ഈ ഒരു ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ, ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദം. ഇതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ്. ഇന്ത്യാസിന്റെ ഐ ക്യാപിറ്റലാണ് വരിക, ഇന്ത്യാസ്. Dhyan Chand is one of India's great hockey players. Chand is most remembered for his achievement in the Olympics. He helped his team secure gold medals in the years 1928, 1932, 1936. During this time, India was very dominant in hockey. ഓക്കെ, ഇതായിരുന്നു ശരി ഉത്തരങ്ങൾ. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ. യെസ്, നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.